വ്യക്തമായിട്ടുള്ളതാണ്. നമ്മളോടൊപ്പം ശബരിനാഥൻ കൂടി ചേരുകയാണ്. നിലവിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ആ ഒരു ബുക്ക് രജിസ്റ്റർ ബുക്ക് വിട്ടുകൊടുക്കാത്തത് എന്ന ചോദ്യമാണ് BJP ഉന്നയിച്ചത്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സഹോദരന്റെ പേര്? എൻ്റെ പേര് വിനീഷ്. ലൈവ് ആണല്ലോ വിനീഷ്. ഈ കൗൺസിൽ നടക്കുന്നതിന് മുമ്പ് അറ്റൻഡൻസ് ഒപ്പിടണം എന്നൊരു നിയമമുണ്ടോ വിനീഷിന് അറിയാവോ? അത് ചെയ്യാതെ മേയർ വന്ന് സൂപ്പർ ഫാസ്റ്റായിട്ട് ഒപ്പിട്ടിട്ട് പോയതിനാ. അപ്പോൾ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടാതെ സുഗതനെ രക്ഷിക്കുക, ഇന്നത്തെ മിനിറ്റ്സ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമായിരുന്നു. സുഗതനെ രക്ഷിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് 2-3 കൗൺസിൽ തുടർച്ചയായിട്ട് സുഗതൻ വരാതിരിക്കണം. അങ്ങനെയാണ് നിയമം, ചട്ടം. ആ ചട്ടം നിലനിൽക്കുക. എന്തുകൊണ്ട് ഈ ഒരു കൗൺസിൽ ഇന്ന് ആരും ഒപ്പിട്ടില്ലെങ്കിൽ ഈ കൗൺസിൽ വന്നാൽ തെളിവില്ല. അനിയൻ മുനിസിപ്പാലിറ്റി ആക്ട് അറിയാവോ? മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. കൗൺസിലിൽ സുഗതന്റെ കാര്യമാണെങ്കിൽ കൗൺസിലിൽ സുഗതൻ നിലവിലെ സാഹചര്യത്തിൽ ഒരേ ഒരു കൗൺസിലിൽ മാത്രമാണ് പങ്കെടുക്കേണ്ടത്. തുടർച്ചയായി 3 കൗൺസിൽ മാത്രമേ അയോഗ്യനാക്കൂ. അപ്പൊ ഇന്നത്തെ കൗൺസിലിൽ ഈ പങ്കെടുത്ത് ആരും ഒപ്പിട്ടില്ലെങ്കിൽ ഈ കൗൺസിൽ തെളിവുണ്ടോ? നിയമപരമായ തെളിവുണ്ടോ? അനിയൻ പറ, തെളിവുണ്ടോ? ഇല്ല. ആക്ട് പഠിച്ച ആളല്ലേ? അപ്പൊ തെളിവുണ്ടോ? കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പൊ അങ്ങനെ ഒപ്പിടാതിരിക്കാനുള്ള ശ്രമമാണോ കോൺഗ്രസ്? അല്ല. അപ്പൊ അനിയനെ പറയാം, അത് ഒപ്പിടാതിരിക്കാൻ അവർ മാറ്റിവെക്കാൻ നോക്കി. അത് കണ്ടുപിടിച്ച് ഇന്ന് കൗൺസിൽ നടന്നുകൊണ്ട് അറ്റൻഡൻസ് UDF ആൾക്കാരെടുത്തു. ഒപ്പിട്ട് തുടങ്ങിയപ്പോൾ ഞാനടക്കം, അടുത്ത ത്രേസ്യാമ്മ ചേച്ചി അടക്കം ഒപ്പിട്ട് തുടങ്ങിയപ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങളുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൊച്ചു പിള്ളേരുടെയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ചെയർമാൻ ഓടി വന്ന് ഈ പ്രായമുള്ള ആൾക്കാരെ അടക്കമുള്ള ആളുകളെ മാൻ ഹാൻഡിൽ ചെയ്യുകയും എന്നെ കയറി കഴുത്തി പിടിക്കുന്നതൊക്കെ നിങ്ങളുടെ ചാനൽ അടക്കമുള്ള ചാനൽ എടുത്തിട്ടുണ്ട്. അത് അധികാരം താങ്കൾ കഴുത്തി പിടിക്കുന്നു. ഞാൻ എവിടെ കഴുത്തി അങ്ങനെ പറഞ്ഞു പോകുന്നത്? ഇവിടെ ഇരുന്ന് എന്റെ മറുപടി ജനൻ TV നിങ്ങൾ വിഷ്വൽ ലൈവായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ ഈ ഒരു ക്യാമറ സംവിധാനം വെച്ച് പരിശോധിക്കാൻ കഴിയില്ലല്ലോ. അത് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ ശാഠ്യം പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ യൂട്യൂബ് സ്ട്രീമിംഗ് ഉണ്ടെങ്കിൽ ഇപ്പൊ യൂട്യൂബിൽ പോയി കട്ട് ചെയ്താൽ അനിയത് കാണുന്ന ആരെങ്കിലും ഏതെങ്കിലും സംഘപ്രവർത്തകർ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ബാക്കി പോയിട്ട് കട്ട് ചെയ്താൽ സംഘർഷം ഉണ്ടാവുമായിരുന്നു. അറ്റൻഡൻസ് എന്തിനു അവർക്ക് ഒപ്പിടേണ്ട ചോദ്യമാണ് വരുന്നത്. അല്ല, നിലവിൽ അല്ല, എന്നെ കൈയേറ്റം ചെയ്യേണ്ട ചോദ്യമാണ് ഞാൻ കൈയേറ്റം ചെയ്യേണ്ട. നിങ്ങൾ അയാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബുക്ക് പിടിച്ചു വാങ്ങിക്കുക, അയാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ ആരാണ്? അയാൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അയാൾക്ക് ബുക്ക് പിടിച്ചു വാങ്ങിക്കുക. താങ്കൾ പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കെതിരാണ് ശമ്പളം തരുന്നത്. ചോദ്യങ്ങളിലേക്ക് മുനിസിപ്പൽ ആക്ട് പ്രകാരം ഞാൻ ചോദിച്ചു കഴിയോട്ടെ. നിങ്ങളുടെ നേതാവിനോടാണ് ഞാൻ ചോദിക്കട്ടെ. മുനിസിപ്പൽ ആക്ട് പ്രകാരം എന്റെ ചോദ്യം സുഗതന്റെ പ്രശ്നമാണ് നിങ്ങൾ ഉന്നയിച്ചതെങ്കിൽ ആക്ട് പ്രകാരം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഒപ്പിട്ടത്. ആ ഒപ്പിടുന്നത് കീറാനുള്ള ഒരു അവകാശം ഇവിടെ ചെമ്പഴന്തി ഉദയനല്ല, ഇവിടെ സുഗതൻ പ്രോമാക്സ്മാർക്ക് ഇല്ല. അവിടെ വന്ന് വനിതകളെ അറ്റാക്ക് ചെയ്യാനുള്ള അവർക്ക് ഒപ്പിടാനുള്ള അവകാശം ചോദിച്ചാൽ കൊടുത്തത്.